നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദി. കേരള കൗമുദി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത സ്മാർട്ട് സിറ്റി വൻ കമ്പനി വരും എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുന്നതിൽ ദുബായ് കമ്പനിയായ ടീകോം പരാജയപ്പെട്ടിട്ടും വർഷങ്ങളായി അനങ്ങാതിരുന്ന സർക്കാർ പാട്ടഭൂമി തിരിച്ചുപിടിക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ വമ്പൻ കമ്പനിയുടെ പങ്കാളിത്ത വാഗ്ദാനമെന്ന സൂചന. ഈ ഗ്രൂപ്പ് സ്മാർട്ട് സിറ്റിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചതായാണ് IT വൃത്തങ്ങൾ പറയുന്നത്. ഇവരുമായുള്ള ചർച്ചകളിലെ പ്രാഥമിക ധാരണ പ്രകാരമാണ് പാട്ടഭൂമി തിരിച്ചുപിടിക്കൽ. ടീകോമിന് ഓഹരി വില നൽകി 246 ഏക്കർ പാട്ടഭൂമി തിരിച്ചെടുക്കാൻ കരാർ വ്യവസ്ഥയുണ്ടെങ്കിലും നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ നീക്കം. ഏതായാലും സർക്കാരിൻ്റെ ഈ ഒരു നീക്കം വ്യാവസായിക മേഖലയിലും കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കുമൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നവീൻ ബാബു കേസിൽ CBI വേണ്ട, ഹൈക്കോടതിയിൽ ഇന്ന് സർക്കാർ നിലപാട് അറിയിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ കേരള കൗമുദി പറയുന്നത്. എന്തുകൊണ്ടാണ് CBI വേണ്ട എന്ന് സർക്കാർ പറയുന്നത്? സ്വാഭാവികമായും PP ദീപിയെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലാ നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ, അവിടെ CBI അന്വേഷണം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെ മാനസികപരമായി പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന തരത്തിലേക്ക് വന്നാൽ അത് പാർട്ടിക്ക് നിലവിലത്തെ അവസ്ഥയിൽ ഇനിയും കൂടുതൽ ഗുരുതരമായ പരിക്കുണ്ടാക്കുമെന്ന ബോധ്യം തന്നെയാകണം. അതായത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കേണ്ടെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ്. നവീൻ്റെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് അന്വേഷണം പൂർത്തിയാക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. എന്തായാലും കോടതി തീരുമാനിക്കട്ടെ CBI വരണോ വേണ്ടയോ എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരിയിൽ വരും, സ്വാമി സച്ചിദാനന്ദൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശന വേളയിൽ ശിവഗിരിയിൽ എത്താമെന്ന് അറിയിച്ചതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞു. വത്തിക്കാനിൽ സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ലോകമത പാർലമെൻറ്റിൽ പങ്കെടുത്ത ശേഷം ശിവഗിരിയിൽ മടങ്ങിയെത്തിയ സ്വാമി കേരള കൗമുദിയോട് സംസാരിക്കുകയായിരുന്നു എന്നും കേരള കൗമുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയുണ്ട്. ഇടതുഭാഗത്ത് കൗതുകരമായൊരു വാർത്ത, ഒരു സന്തോഷം നിറയ്ക്കുന്ന വാർത്ത. പൂജ ബമ്പർ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം ലഭിച്ച കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിനും കുടുംബത്തിനും ലോട്ടറി വിറ്റ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ജയകുമാർ ഏജൻസി സ്വീകരണം നൽകിയപ്പോൾ മകൻ ധീരജ്, ഭാര്യ രശ്മി, മകൾ ധീരജ തുടങ്ങിയവർ സമീപം നൽകുന്ന ഒരു ചിത്രം അവിടെ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മകനെ ഇങ്ങനെ എടുത്തു നിൽക്കുകയാണ് അദ്ദേഹം. സന്തോഷകരമായൊരു ചിത്രമാണ് അതിനോടൊപ്പം ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, NH-66 നിർമ്മാണം മന്ദഗതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ള വാർത്തയാണ്. പാറ മണ്ണ് ക്ഷാമം എന്ന ഒരു തലക്കെട്ടുണ്ട്. ആവശ്യത്തിന് പാറയും മണ്ണും ലഭ്യമാകാത്തതിനാൽ സംസ്ഥാനത്ത് ദേശീയപാത NH-66 നിർമ്മാണം മന്ദഗതിയായതോടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിഷയം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി ഇന്നലെ യോഗം വിളിച്ചു ചേർത്തു. മണ്ണെടുക്കുന്നതിലടക്കം പ്രാദേശികമായ എതിർപ്പും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അനുമതി വൈകുന്നതുമാണ് കാരണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. 380 കിലോമീറ്റർ നിർമ്മാണം പ്രതിസന്ധിയിലാണ്. നിർമ്മാണം പൂർത്തിയായത് പള്ളിക്കര നീലേശ്വരം, തലശ്ശേരി മാഹി, പാലോളി പാലം മൂരാട്, കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ, മുക്കോല തമിഴ്നാട് അതിർത്തി. നിർമ്മാണം മന്ദഗതിയിലുള്ളത് ചെങ്കള നീലേശ്വരം തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട്, അഴിയൂര് വെങ്കളം, കാപ്പിരിക്കാട് തളിക്കുളം, അങ്ങനെ കുറേയേറെ സ്ഥലങ്ങൾ. മാർച്ചിൽ പൂർത്തിയാവുന്നത് തലപ്പാടി, ചെങ്കള, കോഴിക്കോട് ബൈപ്പാസ്, രാമനാട്ടുകര, വളാഞ്ചേരി, കാപ്പിരിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളാണ്. തലവര എന്നവരുടെ കാർട്ടൂൺ പരമ്പരയിൽ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ കുടുംബത്തിനൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്കൊപ്പം ഓടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അത് ഏകദേശം ശരിയാണെന്നൊക്കെ വാദിക്കേണ്ടതായി വരും. ഉരുൾപൊട്ടി രോഷം എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന് താക്കീതായി കേരളത്തിൻ്റെ പ്രതിഷേധം. LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരം മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധാഗ്നിയായി. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമായിരുന്നു മാർച്ച്. ഓരോ കേന്ദ്രങ്ങളിലും വയനാടിന് ഐക്യദാർഢ്യവുമായി ജനലക്ഷങ്ങൾ അണിനിരന്നു. വയനാടെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രക്ഷോഭം. ഫ്രാൻസിൽ ബാർണിയ സർക്കാർ നിലംപൊത്തിയെന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇടതുപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയം പാസ്സായി. അവിശ്വാസ പ്രമേയത്തിൽ സർക്കാർ വീഴുന്നത് 63 വർഷത്തിന് ശേഷം. ഫ്രാൻസിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായതോടെ മിഷേൽ ബാർണിയ ഗവൺമെന്റ് നിലംപതിച്ചു. അവിശ്വാസം പാസ്സാക്കാൻ 288 വോട്ട് വേണമെന്നിരിക്കെ 331 എംപിമാർ അനുകൂലിച്ചു. ഇതോടെ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരുന്ന ഫ്രാൻസ് പ്രധാനമന്ത്രിയായി
ബാർണിയ മാറി. 60,000 പേർക്ക് കൂടി മുൻഗണനാ കാർഡ് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതായത് സംസ്ഥാനത്തെ 60,000 മുൻഗണനാ കാർഡുകൾ കൂടി വിതരണം ചെയ്യുന്നു. ഇതിനായി ഭക്ഷ്യവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 12,000 മഞ്ഞ കാർഡും 48,000 പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക. ക്രിസ്മസ് പുതുവത്സര ചന്ത 21-ാം തീയതി മുതൽ ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത അറിയിക്കുന്നുണ്ട്. പ്രോബ 3 ലക്ഷ്യം കണ്ടു. ISROയ്ക്ക് നേട്ടം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട ഉപഗ്രഹത്തെ ലക്ഷ്യത്തിലെത്തിച്ച ISRO സൗരനിരീക്ഷണ ഉപഗ്രഹം പ്രോബ 3 വിക്ഷേപണം പൂർണ്ണമായി വിജയിച്ചു. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യനെ സൂക്ഷ്മമായി പഠിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും സൂര്യനിലേക്കുള്ള മറ്റു പ്രധാനപ്പെട്ട യാത്രയും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്നലെ തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിക്ക് അരികിലായി ഇടതുപക്ഷത്തിൻ്റെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പ്രശ്നമുണ്ടായിരുന്നു. ആ വാർത്തയാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ഞങ്ങളടയ്ക്കും വഴിയെല്ലാം എന്ന തലക്കെട്ടോടുകൂടി ഇടതുപക്ഷത്തിനെതിരായുള്ളൊരു വാർത്ത മലയാള മനോരമയിൽ കൊടുത്തിരിക്കുന്നു. ആദ്യ പേജിൽ തന്നെ എല്ലാ ഭരണകൂടവും പോലീസും നോക്കി നിന്നു, ഞങ്ങളടയ്ക്കും വഴിയെല്ലാം. CPM പാളയം ഏരിയ സമ്മേളനത്തിന് റോഡ് അടച്ച സ്റ്റേജ്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും. ചർച്ചയായതോടെ രാത്രി പോലീസ് കേസെടുത്തു. അതുവരെ പോലീസ് കേസെടുത്തില്ല. ചർച്ചയായപ്പോൾ, വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ, മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ പോലീസ് കേസെടുത്തു. അനുമതി വാങ്ങിയെന്നാണ് ഏരിയ സെക്രട്ടറി. എന്ത് അനുമതി വാങ്ങിയാലും പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മറ്റ് വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു വർഷം മുഴുവൻ അടച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് തീർത്തും തെറ്റായ ഒരു പ്രവണത തന്നെയാണ്. അത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റി സർക്കാർ നീക്കത്തിൽ അടിമുടി ദുരൂഹത, ഓവറാണ് സ്മാർട്ടല്ല എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് കരാർ പ്രകാരം 2021 പൂർത്തിയാകേണ്ട കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ വീഴ്ച ഒരു ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാതെ ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുവാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹത. പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ ടീകോം വീഴ്ച വരുത്തിയാൽ അവരുടെ നിക്ഷേപവും മുടക്കുമുതൽ ഉൾപ്പെടെ കണ്ടുകെട്ടാമെന്ന കരാർ വ്യവസ്ഥ ഒഴിവാക്കിയാണ് അവർക്ക് കൂടി സമ്മതമായ മൂല്യനിർണ്ണയ രീതി സ്വീകരിക്കാനും നഷ്ടപരിഹാരം നൽകാനുമുള്ള വ്യവസ്ഥ സർക്കാർ സ്വീകരിച്ചത്. കണ്ടുകെട്ടാം, പക്ഷെ വേണ്ട. കേരള കൗമുദി ഈ വാർത്ത കൊടുത്തത് മറ്റൊരു തലത്തിലാണ്. പക്ഷേ മലയാള മനോരമ ഇത് കുറച്ചുകൂടി വ്യക്തമായ വാർത്ത നൽകുന്നു. വിജയപാതയിൽ പ്രോബ 3 എന്ന തലക്കെട്ടോടുകൂടി പ്രോബ 3യുടെ വാർത്ത നൽകുന്നു മലയാള മനോരമ. ഹ്യൂമൻ ടച്ചുള്ള ഓർമ്മകളുമായി കുട്ടികൾക്ക് മുന്നിൽ സലീം കുമാർ. മനോരമ ഹ്യൂമൻ സ്റ്റോറി ബമ്പർ സമ്മാനമായ കാർ കൈമാറി. അതായത് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനാകണമെന്നായിരുന്നു. കാരണം അച്ഛൻ്റെ ഇഷ്ടമനുസരിച്ചാണ് വീട്ടിൽ ഭക്ഷണം. അച്ഛനിഷ്ടം കഞ്ഞിയായിരുന്നത് കൊണ്ട് ഞങ്ങളും കഞ്ഞി കുടിച്ചു മടുത്തു. പക്ഷേ ഞാൻ 2 കുട്ടികളുടെ അച്ഛനായപ്പോഴേക്കും ലോകം മാറി. കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കായി പ്രാമുഖ്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളും വർത്തമാനങ്ങളും ഒക്കെ രസകരമാണ്. അത്തരം രസകരമായി തന്നെയാണ് ഈ വാർത്തയും നൽകിയിരിക്കുന്നത്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ 2014 തുടങ്ങിയ സ്മാർട്ട് സിറ്റി പദ്ധതി മുടങ്ങാൻ കാരണം 2019 വന്ന കോവിഡാണെന്ന് കേരള സർക്കാർ. കോവിഡ് നേരത്തെയാക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. എന്തായാലും വളരെ കളർ കോഡ് അപകടം, ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു എന്ന വാർത്ത മലയാള മനോരമ നൽകുന്നു. എല്ലാ പത്രങ്ങളും ആ വാർത്ത ചെറിയൊരു പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമം നൽകുന്നു സ്മാർട്ട് സിറ്റിയിൽ ടീകോമിനെ ഒഴിവാക്കാൻ ഓവർ സ്മാർട്ട് നഷ്ടപരിഹാരം എന്നുള്ളതാണ് ആ തലക്കെട്ട്. വാർത്ത നൽകിയിട്ടുണ്ട്. പ്രോബ 3യുടെ വാർത്ത ഇടതുഭാഗത്ത് ചെറുതായി നൽകുന്നു മാധ്യമം. മെഡിക്കൽ വിദ്യാർത്ഥി ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരണപ്പെട്ട വാർത്ത മാധ്യമം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ആൽവിൻ ജോർജ് എന്നാണ് കുട്ടിയുടെ പേര്. തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ പാലവിളയിൽ സെപ്റ്റി ടാങ്കിൽ വീണ ചെരിഞ്ഞ കാട്ടാന, ആ കാട്ടാനയുടെ ചിത്രം ഇടതുഭാഗത്ത് നൽകുന്നുണ്ട്. പണമില്ല, സപ്ലൈകോയിൽ നിയമനിരോധനം എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സപ്ലൈകോയിൽ നിയമനിരോധനം ഏർപ്പെടുത്തി സർക്കാർ. റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള 152 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് സപ്ലൈകോ CMD നിർദ്ദേശം നൽകി. പ്രവാസി വ്യവസായിയുടെ മരണം, കൊലപാതകം, 4 പേർ അറസ്റ്റിൽ. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മന്ത്രവാദിനിയായ യുവതിയും ഭർത്താവും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. എന്താണ് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും മന്ത്രവാദത്തിലൂടെ വലിയ ഇടമാണ് ഇവിടുത്തെ എല്ലാ ഇടങ്ങളിലും. പിടിയിലായ ദമ്പതികൾ ഉൾപ്പെടെയുള്ളവർ. കൊലപാതകം നടത്തിയത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയ 596 പവൻ തിരിച്ചു ചോദിച്ചപ്പോൾ. വലതുഭാഗത്തൊരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ പോരാ, എപ്പോൾ ശരിയാക്കും ഇപ്പം പറയണം. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ പണിതതിൻ്റെ കാശ് തന്ന് നിങ്ങൾ വിട്ടേക്ക് എന്നുള്ള ഒരു കാർട്ടൂൺ കൂടി ഈ ടീകോം കമ്പനിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ADMൻ്റെ മരണം CBI അന്വേഷിക്കണം വേണ്ടെന്ന സർക്കാർ തലക്കെട്ടോടുകൂടി CBI ഇടപെടിക്കേണ്ട എന്ന സർക്കാരിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട വാർത്തയും
മാധ്യമം നൽകുന്നു. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ സ്മാർട്ട് കള്ളക്കളി എന്ന തലക്കെട്ടോടുകൂടി ടീകോമിൽ നഷ്ടപരിഹാരം നൽകാൻ കരാറിൽ വ്യവസ്ഥയില്ല എന്നുള്ള വാർത്ത ദീപിക നൽകുന്നു. ഇടതുഭാഗത്ത് മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ പുഷ്പ 2 പ്രീമിയർ ഷോ തിക്കിലും തിരക്കിലും പെട്ട ആരാധകൻ്റെ അമ്മ മരിച്ചു. താരാരാധനയ്ക്ക് അമ്മയേക്കാൾ വലുതാണ് അല്ലു എന്നുള്ളതാണ് കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. ആലപ്പുഴ അപകടം മരണം 6 എന്നുള്ള വാർത്ത അൽവിൻ്റെ മരണം നൽകിയിരിക്കുന്നു ദീപിക. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ചിത്രം ആദ്യ നൽകിയിരിക്കുന്നു. മാർ ജോർജ് കൂവാക്കാട് ഉൾപ്പെടെ 21 പേർ നാളെ കർദിനാൾമാരാകും എന്നുള്ള വാർത്ത ദീപിക നൽകുന്നു. 7 അംഗ കേന്ദ്ര സംഘവും വത്തിക്കാനിലേക്ക് പോകുന്ന വാർത്ത ദീപിക നൽകിയിട്ടുണ്ട്. ജന്മഭൂമി ദേശീയപാത പദ്ധതികൾ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കും എന്നുള്ള വാർത്ത GST ഒഴിവാക്കിയേക്കും എന്നുള്ള കാര്യവും ജന്മഭൂമിയിൽ കാര്യമായി പറയുന്നു. ബംഗ്ലാദേശിലെ അക്രമികൾ അതിൻ്റെ ഫലം അനുഭവിക്കും. ആചാര്യ ശ്യാമ ചൈതന്യദാസ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമരത്തിൽ ഇസ്കോൺ കോഴിക്കോട് ആചാര്യ ശ്യാമ ചൈതന്യദാസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണത്. വിക്ഷേപണം വിജയം പ്രോബാത്രി ഭ്രമണപഥത്തിൽ എന്നുള്ള വാർത്ത നൽകുന്നു ജന്മഭൂമി. സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. സ്മാർട്ട് സിറ്റി കരാർ കോടികൾ നഷ്ടപരിഹാരം നൽകാൻ ഗൂഢാലോചന. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ച വാർത്ത നൽകുന്നു. മഹായുതി സർക്കാർ അധികാരമേറ്റു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.